അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കനം കുറഞ്ഞൊക്കെ അരിഞ്ഞെടുക്കുക. അതിലത്തെ നൂലൊക്കെ കളയുക കേട്ടോ. അതിനുശേഷം വെള്ളത്തിലൊക്കെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം. അതിനുശേഷം നമ്മളിത് നല്ല മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? പോയോ കേട്ടോ. ഇന്ന് ഞാനുണ്ടല്ലോ വാഴപ്പിണ്ടിയും കൊള്ളിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം വാഴപ്പിണ്ടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയതായിട്ട് നുറുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നുറുക്കണേന്ന്. എത്രയോ കനം കുറച്ച് നമുക്ക് നുറുക്കാൻ പറ്റുള്ളൂ. അത്രയും കനം കുറവിൽ തന്നെ നമുക്ക് നുറുക്കിയെടുക്കാട്ടെ. ഇപ്പോൾ നോക്കിയാൽ ഞാനിത് അധികം കനത്തിലാട്ടോ നുറുക്കിയെടുത്തിട്ടുള്ളത്. കണ്ടോ ഇതേപോലെ. ഇതേപോലെ നമ്മൾ നുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ നൂലുണ്ട്. ഒന്നെങ്കിൽ ഈ നൂല് നമുക്ക് അപ്പം തന്നെ ഒന്ന് നീക്കി കളയണം. നീക്കി കളഞ്ഞാൽ നമുക്കിത് കഴുകുമ്പോൾ വീണ്ടും നൂലുണ്ടാവും കേട്ടോ. കണ്ടോ ഇതേപോലത്തെ നൂലിങ്ങനെ നീക്കി കളയുക. എന്നിട്ട് വീണ്ടും ഇതേ നൈസായിട്ട് തന്നെ നമുക്കിതാ ഇങ്ങനെ നുറുക്കി ഇതേപോലെ വീണ്ടും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കഷ്ണങ്ങളൊക്കെ നുറുക്കണ പോലെ തന്നെ കേട്ടോ. ഇതാ കണ്ടോ ഇങ്ങനെ വേണം നമുക്ക് വാഴപ്പിണ്ടി നുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയെല്ലാം അത് ഞാൻ നുറുക്കിയെടുക്കട്ടെ കേട്ടോ. വാഴപ്പിണ്ടി നമ്മൾ അരിഞ്ഞിട്ട് ഇതേപോലെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിട്ടുണ്ട്. അപ്പോൾ അതായത് ഇങ്ങനെ ഇളക്കുമ്പോൾ ഇത്രയും അളവ് കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു കമ്പിയോ അതല്ലെങ്കിൽ ചെറിയൊരു വെക്കുള്ള വടി കഷ്ണമായാലും മതി. നമുക്കിങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ അതായത് നമ്മൾ ഇത് അരിയുമ്പോൾ ഞാൻ കുറച്ച് നൂലുകൾ കാട്ടി തന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ നൂല് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ വല്ല നൂലുണ്ടെങ്കിൽ ഇതേപോലെ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചുറ്റി കിട്ടും കേട്ടോ. പിന്നെ ചിലവരൊന്നും നൂല് കളയാറില്ല. ഇങ്ങനെ തന്നെ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണത് വാഴപ്പിണ്ടിയുടെ നൂലൊക്കെ. അപ്പോൾ ഒന്ന് ചുറ്റി കൊടുക്കാം. കണ്ടോ നമുക്ക് കിട്ടുന്നത്. കാരണം ചിലപ്പോൾ ഇതിലിട്ട് ഇങ്ങനെ വേവിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കളയണത് കേട്ടോ. ഇങ്ങനെ ചുറ്റി 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 നൂല് നമുക്ക് കിട്ടണില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് കറി വയ്ക്കാം. പിന്നെ അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റി കൊടുത്ത് നമ്മുടെ നൂലൊക്കെ കിട്ടൽ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലിട്ടിട്ട് വേണം ഇത് വേവിക്കാനായിട്ടാ. അപ്പോൾ ഇതൊന്നും കൂടിയൊക്കെ നന്നായിട്ട് കഴുകി വാരിയും കൊണ്ടുവരാം. അപ്പോൾ ഞാനുണ്ടല്ലോ നമ്മുടെ വാഴപ്പിണ്ടി നന്നായി കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കുക്കറിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കൂടുതൽ ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വേണമെങ്കിലേ ഇട്ട് കൊടുക്കാമല്ലോ. എന്നിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കി ഈ വാഴപ്പിണ്ടിയിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ കഴുകി വാരിയിടുന്ന വെള്ളം, അതായത് നന്നായിട്ട് കഴുകി വാരിയിടുക. അപ്പോൾ അതിലുണ്ടാവുന്ന ആ ഒരു തുള്ളി വെള്ളം മതി. കാരണം വാഴപ്പിണ്ടിക്ക് നന്നായിട്ട് വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വയ്ക്കാം. പിന്നെ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ എന്താ പറയുക, എത്ര വെന്താലും ഉടയില്ല. അതങ്ങനെ തന്നെ കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 3 വിസിൽ ഫുൾ തീയിൽ തന്നെ വെച്ചിട്ട് 3 വിസിൽ അടിച്ചോട്ടെ. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാനിതാ കൊള്ളി നോക്കി നമ്മൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ കൊള്ളി നുറുക്കി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കൊള്ളി നമുക്കറിയാം ഒന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റി കളയണം എന്നുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂർ ഭാഗത്തുനിന്ന് അങ്ങനെ തിളപ്പിച്ച് ഊറ്റി കളയണ സ്വഭാവം കുറേ പേർക്കൊന്നുമില്ല. അങ്ങനെ തന്നെ വേവിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് പിണ്ടിയുടെ കൂടെ ഒരുമിച്ചിടാം. അതല്ല വെള്ളം തിളപ്പിച്ച് ഊറ്റി കളയണമെന്ന് നിർബന്ധമല്ല അവർക്ക്. നമ്മൾ ഒന്ന് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കൊള്ളിയുടെ ഒപ്പത്തിന് തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ നമ്മളിപ്പോൾ ഉപ്പൊന്നും ഇടില്ല. നമ്മളിത് മൂടി വെച്ച് നമുക്കൊന്ന് തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ കൊള്ളി തിളക്കട്ടെ. നമ്മുടെ കുക്കറിലിരുന്ന് അത് വിസിലും വരട്ടെ.
ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയുക, നമ്മൾ ഈ കൂട്ടാൻ കാച്ചാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി, അതേപോലെ തന്നെ വെളുത്തുള്ളി. ഉള്ളി ഒരു 5-10 ഉള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വെളുത്തുള്ളി ഒരു 10-12 വെളുത്തുള്ളിയൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിട്ടാണ്. നമ്മുടെ ഇങ്ങനത്തെ കറിയിലേക്ക് മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിലേക്ക് വയ്ക്കും ഇങ്ങനെ ഉള്ളിയും വെളുത്തുള്ളി. അതേപോലെ തന്നെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നതാണ് കറിവേപ്പില. അപ്പോൾ കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് നമ്മുടെ വീട്ടിലത്തെ കറിവേപ്പില തന്നെയാട്ടോ, കഴുകിയത് വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ള കറിവേപ്പിലയാണ്, നന്നായി കുടഞ്ഞ്. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമുക്കിതാ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വെച്ചാൽ നമ്മൾ ഈ കറി കഴിക്കുമ്പോൾ നമ്മുടെ ഈ കറിവേപ്പിലൊക്കെ നമ്മളറിയാണ്ടാണ് നമ്മുടെ വയറ്റിലേക്ക് പോകണം. ആ രീതിയിൽ നന്നായിട്ട് ചതച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വിസിലൊക്കെ വന്ന് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ നമ്മുടെ കൊള്ളി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലത്തെ വെള്ളം ഒന്ന് ആദ്യം ഊറ്റി കളയായിട്ട് ഞാനുണ്ടല്ലോ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കൊണ്ടുവരാം. ഇപ്പം നോക്കിയാൽ നമ്മൾ വെള്ളം ഊറ്റി കളയുമ്പോൾ നോക്കിയാൽ നമുക്കിതാ ഇതേപോലെ നന്നായിട്ട് വറ്റിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ കൊള്ളിക്ക് അതിൻ്റെ പകുതിയോളം വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ നമുക്കിത് കുക്കറിൻ്റെ മൂടിയൊക്കെ തുറന്ന് നമുക്കിത് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പിണ്ടി നോക്കിയാൽ എത്ര വിസിലടുപ്പിച്ചിട്ടു കേട്ടോ. അത് എന്താ പറയുക, എന്തോ അടയില്ല. അതേപോലെ തന്നെ കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കാരണം ഈ വെള്ളം മതി നമ്മുടെ ഈ കൊള്ളി വേവാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ കൊള്ളി നന്നായി വേവണ ഒരു കൊള്ളി ആയതുകൊണ്ടാണ് കേട്ടോ. വേവ് കുറവുള്ള കൊള്ളിക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തോളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വാഴപ്പിണ്ടിയും അതേപോലെ തന്നെ കൊള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ മുന്നേ പറഞ്ഞ പോലെ വെള്ളം തീരെ ഒഴിക്കണ്ട. അപ്പം നോക്കി നമ്മളിങ്ങനെ നീക്കിയിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാട്ടോ നമ്മുടെ കൊള്ളിയിൽ വെള്ളമുള്ളത്. ഇനി നമുക്കിടുള്ളത് മൂടി വയ്ക്കാം. തീയൊക്കെ കത്തിച്ച് കൊടുത്ത് നമുക്കിതാ കൊള്ളിതാ അടുപ്പിരുന്ന് വേവട്ടെ കേട്ടോ. നമുക്കിടുള്ളത് കൊള്ളിയൊക്കെ അടുപ്പത്ത് വെച്ച് തിളച്ചിട്ടുണ്ട്. ഒന്ന് മൂടി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഇപ്പം നോക്കി നമ്മുടെ ആ വാഴപ്പിണ്ടിയും കൊള്ളിയൊക്കെ നോക്കിയാൽ ഇതേപോലെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഒരു പാകം. ഇനി അഥവാ ചാറോടെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അടച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് മൂടി വെച്ചു. ഇനി നമുക്ക് ഒന്ന് താളിച്ചെടുക്കണം. അപ്പം ഇനി നമുക്കുണ്ടല്ലോ തീ കത്തിച്ച് നമ്മളിതാ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനിച്ചട്ടി ഉണ്ടല്ലോ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ചീനിച്ചട്ടിക്ക് ഇതാകുന്ന ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ മെഴുക്ക് പുട്ടിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ കൂടുതലുണ്ടെങ്കിൽ തന്നെ കേട്ടോ നമ്മുടെ മെഴുക്ക് പുട്ടിക്ക് ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളിതാ ചതച്ച് കൊടുക്കുന്ന നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, വേപ്പിലയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കിതാ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് അതിലേക്കുണ്ടല്ലോ കുത്തിപ്പൊടി മുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. വാഴപ്പിണ്ടിയും കൊള്ളിയിലൊക്കെ പെട്ടെന്ന് എരി പിടിക്കും. അപ്പോൾ നമ്മളിത് അതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് മുളക് ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്കിത് നന്നായിട്ടൊരു നല്ല മൂത്ത് വരെ നല്ലൊരു മണം വരും. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നോക്കിയാൽ ഇതേപോലെ നല്ലൊരു കളറ് മുളകിന് വരും. അപ്പോഴാണ് നമ്മളിതിലേക്ക് നമ്മുടെ കറി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ ചീനിച്ചട്ടിയിലാട്ടോ നമ്മുടെ മുളകൊക്കെ ഇങ്ങനെ മൂപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ ചെയ്യണത്. അതല്ലെങ്കിൽ ചട്ടിയിൽ നേരിട്ട് നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലത് അതാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ആ കൊള്ളിയിൽ നിന്ന് കുറച്ചും കൂടി ആ ചീനിച്ചട്ടിയിലേക്ക് ഇട്ട് ആ മുളകൊക്കെ ഒന്ന് നമുക്ക് തുടച്ച് നേരെ നമുക്ക് ഈ ചട്ടിയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുളകൊക്കെ നമ്മുടെ കൊള്ളിയുടെ എല്ലായിടത്തേക്കും ആവേണ്ട രീതിയിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പം നോക്കിയേ കണ്ടോ, ഇതേപോലെ എല്ലായിടത്തേക്കും ആവണ പോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളി എന്താ പറയുക, നമ്മുടെ ഉണ്ണിപ്പിണ്ടി കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാൻ ഷൈറിനെ വിളിക്കാം കേട്ടോ. നമ്മുടെ ഈ കറി നമ്മുടെ കഞ്ഞിലിക്ക് ചോറിലേക്കൊക്കെ നല്ലതാണ്. അതിനേക്കാളും നല്ലതാട്ടോ കട്ടൻ ചായയിരിക്കും അല്ലേ ഷൈട്ടാ? നല്ല ടേസ്റ്റല്ലേ. ഷൈറ്റിന് ഇങ്ങനത്തേക്ക് വെച്ച് കഴിഞ്ഞാലേ കട്ടൻ ചായ തന്നെയാണ് എടുക്കാൻ പറയാ. ഓ അടിപൊളിയാണ്. അപ്പം അത് പണ്ടത്തെ കാലഘട്ടത്തിലേക്ക് പോകും. അമ്മയൊക്കെ ശരിക്കും മെയിനായിട്ട് ഉണ്ടാക്കുന്നതാണ്. വാഴക്കല്ല, വാഴപ്പിണ്ടി അങ്ങനെയൊക്കെ കേട്ടാ. ഇവിടെ ഷായിട്ടിന്റെ അമ്മ, അതേപോലെ അവിടെ വീട്ടിലെ എൻ്റെ അച്ഛൻ, അവർ രണ്ടുപേരാണ് ഇങ്ങനെ. അടിപൊളി ഇതൊക്കെയല്ലേ ശരിക്കും അത്ര രസമായിട്ടാ. ഞങ്ങളൊക്കെ കഞ്ഞിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കാറുണ്ട് ശരിക്കും. ഓരോ കഞ്ഞിലേക്ക് ഒരു ടേസ്റ്റ്, ചോറ് ഭയങ്കര ടേസ്റ്റ് അത്. പിന്നെ വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
പലതും ഇട്ട് വയ്ക്കാട്ടാ. ഓരോ കഷ്ണങ്ങൾ ഇടുന്നതനുസരിച്ച് ഇപ്പോൾ കൊള്ളിരിക്കുന്നത് നന്നായി വേവണ കൊള്ളിയാകുമ്പോഴാണ് ഇത്രയും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിർത്തല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്നും ആക്കിയോളൂട്ടാ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.